ഇതെൻ്റെ വീട്ടിലെ ഒരു ദിവസമാണ്. കർക്കിടക മാസത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ആദ്യം തന്നെ ഞാനൊരു സോറി പറയുകയാണ്. കാരണം ഈ ഒരു വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് പ്രോപ്പർ റെസൊല്യൂഷനിലല്ല എന്ന് എനിക്കറിയാം. യൂട്യൂബിൻ്റെ റെസൊല്യൂഷനിലല്ല ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഞാനിതൊക്കെ ഷോർട്ട് വീഡിയോസ് ആക്കാമെന്ന് കരുതി എടുത്തു വെച്ച വീഡിയോസായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഞാൻ റീസെൻ്റായിട്ട് കുറച്ച് ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെ എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന ടൈമിലാണ് എനിക്ക് മനസ്സിലായത് ഇത് ലോങ് വീഡിയോ ആക്കാൻ പറ്റില്ല. കാരണം വെർട്ടിക്കൽ വീഡിയോസ് ആയതുകൊണ്ട് ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ഒരു ഭംഗിക്കുറവുണ്ടെന്നറിയാം. രാവിലെ എണീക്കുമ്പോൾ തന്നെ ബ്രഷൊക്കെ ചെയ്തിട്ട് ടെറസിൽ പോയി കുറേ സമയം നിൽക്കും. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് കുറേ ടൈം മഴയൊക്കെ എൻജോയ് ചെയ്തിങ്ങനെ നിന്നു. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഫസ്റ്റ് ഞാൻ ബദാം സോക്ക് ചെയ്തത് കഴിച്ചു. അതിനുശേഷം ടീ കുടിച്ചു. രാവിലെ തന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കി. നോർമലി ആ ഒരു പതിവ് ഇല്ലാത്തതാണ്. ഈവനിങ്ങിൽ ഞാൻ കുളിക്കാറുള്ളൂ. പിന്നെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ രാവിലെ കുളിക്കാറുള്ളൂ. അങ്ങനെ കുളിച്ചിട്ട് വന്ന് ജസ്റ്റ് കമ്മലും മാലയൊക്കെ എടുത്തിട്ട് കണ്ണെഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. കാരണം കർക്കിടക മാസത്തിൽ ഈ കണ്ണെഴുതൽ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ കേട്ടു. നമ്മുടെ ഐശ്വര്യത്തിനും മറ്റും സ്ത്രീകൾ കണ്ണെഴുതുന്നത് വളരെ നല്ലതാണെന്ന് കേട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ കുളിച്ചിട്ട് വന്ന് കണ്ണൊക്കെ എഴുതി. രാവിലെ തന്നെ അമ്മ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പ്രാർത്ഥിച്ച ശേഷം വന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടമൊക്കെ കൊടുത്തു. ഇനി നമ്മുടെ അടുത്ത പ്രോഗ്രാം മുക്കുറ്റിച്ചന്ത് ഉണ്ടാക്കലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. കർക്കിടകത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ അതാണല്ലോ. നമ്മുടെ മുറ്റത്തൊക്കെ ഇഷ്ടംപോലെ മുക്കുറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു മുക്കുറ്റിച്ചാന്ത് പറിച്ചെടുത്തു. എന്നിട്ട് മുക്കുറ്റിച്ചാന്ത് ഉണ്ടാക്കി. ഇത് മഞ്ഞളിൻ്റെ ഇലയാണ്. അപ്പോൾ ഞാൻ ഇതിലാണ് മുക്കുറ്റിച്ചാന്ത് വെക്കാറുള്ളത്. അങ്ങനെ വെക്കണം എന്നൊന്നുമില്ല, പക്ഷെ ഞാനതിലാണ് വെക്കാറുള്ളത്. അങ്ങനെ മുക്കുറ്റിച്ചാന്തൊക്കെ തൊട്ടു. നെക്സ്റ്റ് പരിപാടി ദശപുഷ്പം ചൂടലാണ്. ദശപുഷ്പത്തിനുള്ള എല്ലാ പുഷ്പങ്ങളും ഒന്നും ഇവിടെ കിട്ടിയില്ല. ഞാൻ കയ്യോന്നി, ഉഴിഞ്ഞ, മുക്കുറ്റി, കറുക് കിട്ടിയില്ല. അങ്ങനെ ഒരു 4-5 പുഷ്പം, പൂവാങ്കുറുന്തൽ, അതൊക്കെ കളക്ട് ചെയ്തു. ഞാനൊരു കൂവയിലയിലാണ് കളക്ട് ചെയ്തത്. കൂവയിലയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ശീബോധി ഒരുക്കുന്നതിൽ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് എനിക്കൊരു ടാബ്ലറ്റ് കഴിക്കാനുണ്ടായിരുന്നു. ത്രോട്ട് ഇൻഫെക്ഷൻ്റെ ടാബ്ലറ്റ് കഴിച്ചു. പിന്നെ എൻ്റെ ടേബിളൊക്കെ ഇങ്ങനെ അലങ്കോലമായി കിടക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണമായിരുന്നു. അപ്പോൾ കുറച്ച് സമയം എടുത്ത് ടേബിളും ബെഡും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ എൻ്റെ ജ്വല്ലറി ബോക്സൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. അതെല്ലാം കഴിഞ്ഞ് വന്ന് ലഞ്ച് കഴിച്ചു. ലഞ്ചിന് ചക്ക വേവിച്ചതും മോരുകറിയും ഉള്ളിത്തീയലുമായിരുന്നു. അപ്പോൾ കർക്കിടകം ആയതുകൊണ്ട് തന്നെ നമ്മൾ മീനൊന്നും വാങ്ങാറില്ല. പിന്നെ അച്ഛനും അമ്മയും നമ്മളെല്ലാം സംസാരിച്ച് കുറേ സമയം ഇരുന്നു. ഇനി നമ്മൾ പേരയ്ക്ക പറിക്കാൻ പോവുകയാണ്. ഇതാണ് പേരമരം. ഇതിൽ ചെറിയ പേരയ്ക്ക, വലിയ വലിപ്പം വയ്ക്കുന്ന പേരയ്ക്കൊന്നുമല്ല, ചുവന്ന പേരയ്ക്കയാണ്. അപ്പോൾ അതുണ്ടായിരുന്നു, അത് പറിച്ച് കഴിച്ചു. അതിനുശേഷം എൻ്റെ കസിൻ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ചായക്ക് അമ്മ കടലമാവ് വെച്ച് ഈ ഒരു സംഭവം ഉണ്ടാക്കി തന്നു. പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. എനിക്ക് ബാഗിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചു. അതിനുശേഷം എക്സസൈസ് ചെയ്തു, കുളിച്ചു. പിന്നെ നൈറ്റ് അമ്മ ഈ ഒരു ചക്ക അട ഉണ്ടാക്കി തന്നു, അത് കഴിച്ചു. പിന്നെ നൈറ്റ് ബ്രഷ് ചെയ്യുന്ന ഒരു ശീലം ഞാൻ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് ഞാനൊന്ന് ത്രോട്ട് ഗാർഗിൾ ചെയ്തു, ടു ഡു ലിസ്റ്റ് സെറ്റ് ചെയ്തു, കിടന്നുറങ്ങി.